നീ ഒന്ന് വണ്ടി നിർത്തിക്ക. നീ എന്തിനാടാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? ഏട്ടാ ഇവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ടെന്ന് എന്റെ കൂട്ടുകാരൻ പറഞ്ഞു. ആരും അറിയാതെ അങ്ങേരുത് കലക്കി തരും. ഇത് മൊത്തത്തിൽ കലങ്ങുന്ന ഏർപ്പാടാ നീ ചെയ്തു വെച്ചത്. എന്താണ്? എടാ മാള് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാ ഇത്. അപ്പൊ എളുപ്പമായാലോ, മാളനോട് വെച്ച് ഡോക്ടറെ കാണിച്ചു തരില്ലേ? കളയും. നീ വണ്ടി എടുത്തേ. ഇവനെ കൊണ്ട് എന്ത് ചെയ്യുന്നു? നോക്ക്. സുബൈദ. സുബൈദേ? അതാരാ? തൽക്കാലം നീയാണ് സുബൈദ. ഞാനോ? യെസ്. ആർക്കെങ്കിലും സംശയം വരുമോടാ? നിന്റെ അളിയനും പെങ്ങളും ഈ മരുന്നല്ലേ? എന്റെ നെഞ്ച് തടവിത്തോടാ. നാണമില്ലേടെ, വീട്ടിലെങ്ങും വെച്ച് ആയിക്കൂടെ? തിരിക്ക്. മമ്മൂട്ടിക്ക ഗോപാലകൃഷ്ണ അവിടെ ഇല്ലേ? കിഡ്നിക്കല്ല, ഇങ്ങോട്ട് വരാൻ. വാ, കിഡ്നിക്കല്ല വാ. അല്ലാ, ഗോപാലകൃഷ്ണ ഇങ്ങോട്ട്. അയ്യോ, മമ്മൂട്ടിക്കല്ലേ ഇത്? എന്താ പറ്റിയത്? ഒന്നും പറയണ്ട ഗോപാലകൃഷ്ണ. മുംബൈ അധോലോകത്തിലെ ഒരു ദാദ എന്നോടൊരു കിഡ്നി ഓർഡർ ചെയ്തിരുന്നു. സമയത്ത് കൊടുക്കാൻ പറ്റാതെ വന്നപ്പോ അവരെന്നെ പൊക്കി എന്റെ കിഡ്നി എന്നെ അങ്ങ് എടുത്തു. അത് തന്നെ വരണം. അവയവദാനം മഹാദാനം. കൺഗ്രാറ്റുലേഷൻസ്. വരൂ. ശരി, കയ്യിന്ന് വിടട്ടോ. ഇതാര്? അത് വൈഫാ. ആരുടെ? കൂട്ടുകാരന്റെ. കൂട്ടുകാരന്റെ വൈഫ് എന്താ നിന്റെ കൂടെ? ഒരു അസുഖം. കൂട്ടുകാരന്റെ വൈഫിനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നത് അസുഖമല്ലല്ലോ, സുഖമല്ലയോ? അല്ലിക്ക ഇവർക്ക് ഭ്രാന്താം. ഇതെന്തിന്റെ ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായി. പോകാം ഗോപാലേട്ടാ. കൂട്ടുകാരന്റെ വൈഫ് സ്റ്റിച്ച് എടുത്തിട്ട് എനിക്കൊന്ന് കാണണം. അരുണേ, വണ്ടിയിട്ട് കാണണേ. ഇയാള് കൊളവാക്കും. നിനക്ക് ഭ്രാന്താന്ന് പറഞ്ഞു ഒന്നും ഇയാള് വിശ്വസിച്ചിട്ടില്ല. ഒരു മിനിറ്റ്, ഇപ്പൊ ശരിയാക്കി തരാം. നീ അളിയൻ വരുന്നുണ്ടോ നോക്കാം. കാണണോന്ന് പറഞ്ഞിട്ട് ഇത്ര പെട്ടെന്ന് കാണാൻ വന്നോ? വിളിച്ചോണ്ട് പോടാ ഈ ഭ്രാന്തിയെ, എടുത്തോണ്ട് പോടാ ഓപ്പറേഷൻ തിയേറ്ററിൽ. അല്ലാ, കൊന്നുകളയും ഞാൻ. അയാളെ സംശയം തീർന്നല്ലോ. മൊത്തത്തിൽ തീർന്നു. വാ ഇരിക്കേ. കാല് തോത്തിട്ട്. സോറി, ഈ ഡോക്ടർക്ക് ഇനി സംശയം വല്ലതും തോന്നുന്നു. നീ ഒന്നും മിണ്ടാതിരുന്നേ. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. നല്ല കയ്യായത് കൊണ്ട് അയാളോട് പറഞ്ഞൊരു സീൻ ഉണ്ടാക്കണ്ട. സോറി. എടാ, ഇവിടെ ഇരുന്ന ഇവൻ എന്നെ പീഡിപ്പിക്കും. സുബൈദ ഇങ്ങോട്ട് മാറിയിരുന്നോളൂ. ശരി ഗോപാലകൃഷ്ണ. സുബൈദ ഗോപാലകൃഷ്ണൻ. നല്ല ഈയടാ വേണോ? വേണ്ട. ശവ. ഇങ്ങനെയുണ്ടോ വൃത്തികെട്ടവന്മാര്? എന്താ ഇവിടെ? സങ്കരയിനം വാഴവിത്തുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ ഒരെണ്ണം മേടിക്കാൻ വന്ന. ഓ, വാഴവിത്ത്. ഇയാളാരാ? ആരാ അത്? കൂട്ടുകാരൻ. അല്ല, കൂട്ടുകാരന്റെ പെങ്ങള്. കൂട്ടുകാരന്റെ പെങ്ങൾ. ഓഹോ, ഇന്റർകാസ്റ്റ് മാരേജ് ആണല്ലേ? അല്ല, രജിസ്റ്റർ മാരേജ്. ഓ, രജിസ്റ്റർ മാരേജ്. എന്നായിരുന്നു? അടുത്ത മാസം. അടുത്ത മാസം എന്ന് പറയുമ്പോ സെപ്റ്റംബർ അല്ല, ഒക്ടോബർ. ഒക്ടോബറിലായത് കൊണ്ട് കൊള്ളാം. മാർച്ചിലായിരുന്നെങ്കിൽ ഭയങ്കര ചൂടും കുട്ടികളുടെ പരീക്ഷ ഭയങ്കര തിരക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാനും പിന്നെ അങ്ങ് വേണ്ടെന്ന് വെച്ചത്. അപ്പൊ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞില്ലേ? ഇല്ല, ബാക്കിയല്ലേ കഴിഞ്ഞല്ല. അതൊരു പ്രത്യേക സാഹചര്യത്തിൽ അങ്ങോട്ടേ കൊണ്ടുവന്നേടല്ലേ. എടാ, നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? സ്വന്തം കൂട്ടുകാരുടെ പെങ്ങളെ ചതിച്ചിട്ട് വന്നിരിക്കുന്നു. നിന്നെയൊക്കെ എങ്ങനെ ഒരു കുടുംബത്തിൽ കയറ്റുന്നത്? നീയൊക്കെ ഒരു മനുഷ്യനാണോടാ? ഭ്രൂണഹത്യ തെറ്റാണെന്ന കാര്യം നിനക്ക് അറിയില്ലടാ. എന്താ വയറ്റിൽ കിടക്കുന്ന ചോരക്കുഞ്ഞിനെ കൊല്ലാൻ നോക്കുന്നു? അല്ല ചേട്ടാ, അത് ഞങ്ങൾ. അതിനൊക്കെ എന്തൊക്കെ മാർഗങ്ങളുണ്ട്. ഒത്തി അമ്മ തൊട്ടിൽ കൊണ്ട്, അല്ലെങ്കിൽ നീ എന്റെ കയ്യിൽ ഞാൻ പൊന്നുപോലെ വളർത്താം. എന്തോ നിങ്ങൾ കാരണം ഇത് 4ാമത്തെ ആഘോഷണം. ഇനി ഇങ്ങനെ വന്നവര് പോലീസിനെ വിളിക്കും എന്നാ പറഞ്ഞേ. അങ്ങനെ പറഞ്ഞ മോള് പോക്കെ, ഞാൻ വരാം. ഭാര്യയാണോ? ഭാര്യയുടെ അനിയത്തി. ആരടുത്തും പറയല്ലേ. കൊണ്ട് തകർത്തോ. വൃത്തികെട്ടവൻ. അവ എന്നെ തെറ്റിദ്ധരിച്ചു കാണും.
എടാ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്കും മിണ്ടായി. എനിക്ക് കൂടുതൽ ടെൻഷൻ വന്നാൽ ഉടനെ മൂത്രം ഒഴിക്കാൻ തോന്നുന്നു. ഒഴിക്കല്ലേ? ഇതൊക്കെ ഇട്ടോണ്ട് എങ്ങനെയാടാ ഒഴിക്കുന്നേ? നമുക്ക് എന്തെങ്കിലും നോക്കാം, നീ വാ. ഹായ് പെട്ടെന്ന് വാ. ഹായ് ലേഡീസും ജെൻസും കൂടി ഒരു ബാത്റൂമില്. ലേഡീസ് അവിടെ ആണല്ലോ. ഇതിലെന്തോ കുഴപ്പമുണ്ട്. കുറ്റി കിട്ടാ. ഹലോ, ഇതൊക്കെ മോശമല്ലേ? എന്ത് മോശം, ഇതൊക്കെ എല്ലാരും ചെയ്യുന്നല്ലേ? എന്നാലും ഇത്ര പബ്ലിക്കായിട്ട് ഇത് പബ്ലിക് അല്ലല്ലോ. അകത്ത് രണ്ടുപേരും കൂടെ എന്താ പരിപാടി? ഞങ്ങളിവിടെ ചപ്പാത്തി ചുടുന്നു. പരത്താൻ ഞാനും കൂടെ സഹായിക്കട്ടെ. ഓഹോ, അപ്പൊ രണ്ടുപേരും കൂടെ പട്ടാ പകല് പബ്ലിക്കായിട്ട് ഇത്ര വൃത്തിയോട് കാണിച്ചിട്ട് ചോദിക്കാമെന്ന് ഞാൻ വൃത്തിയിട്ടവനാ? കാണിച്ചു തരാമടാ. എന്ത് കാണിച്ചു തരാന്നടാ? ഹലോ, ഒന്ന് നിന്നേ. ഇയാൾക്ക് എന്താ വേണ്ടേ? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ആശ്വാസമുണ്ട്. ആശ്വാസം ഉണ്ടാവുമല്ലോ. ഇയാൾ ആരാ ഇത്? ഇതാരാടാ? ഇതാരാന്ന്? ഭാര്യ ഓ, അല്ല, പെങ്ങള്. എന്തോ? അല്ല, പെങ്ങളുടെ ഭാര്യയുടെ അനിയത്തിയുടെ. എടാ ഇവിടെ പല അവന്മാരും പല അവളുമാരെയും ദിവസവും പറഞ്ഞു കേട്ട് ഇവിടെ കൊണ്ടുവരാറുണ്ട്. സത്യം പറയവളാരാന്ന്? കയ്യെ പിടിക്കരുത്. ഞാൻ പറയാം. ഇത് കൊട്ടാരക്കര കോമളം, അല്ലെങ്കിൽ പന്തളം മോളി തന്നെ. ഇതാരാന്ന് പറയാതെ ഇവിടുന്ന് പോകാൻ പറ്റില്ല. ചേട്ടാ, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. സ്റ്റാഫ് റൂം ഉണ്ട്, ഞാൻ എല്ലാരെയും വിളിച്ചു വരുത്തേ. കണ്ണു കാണാൻ പറ്റുന്നില്ല. എവിടെ പോന്ന്? കണ്ണൊന്നും വേണ്ട, ഇങ്ങോട്ട് ബാംഗ്ലൂര് വലിയ ജോലി തിരക്കാന്നൊക്കെ പറഞ്ഞിട്ട് കള്ള കുടിക്കും തീറ്റയ്ക്കും യാതൊരു കുറവും ഇല്ലല്ലേ? എന്നാര് പറഞ്ഞു? വയറ് കണ്ടാൽ അറിയില്ലേ? അത് കുടിച്ചിട്ടൊന്നുമല്ല. അല്ല, ഇത് ഏത് കമ്പനിയാ? ഇത് പുതിയ പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഇന്റർനാഷണൽ കമ്പനിയാ. അമേരിക്കയിലായിരുന്നു തുടക്കം. പരീക്ഷണാടിസ്ഥാനത്തിൽ ഇപ്പൊ ബാംഗ്ലൂരും തുടങ്ങി. പക്ഷെ ഇത്രയും ക്ലിക്കാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് നല്ലതല്ലേ? നിനക്ക് നല്ലതാ. ഇത് മാസാമാസം വികസിച്ചു വരുന്ന ഒരു കമ്പനിയാ. അതിന്റെ ഭാരം മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് ചുമക്കണം. അപ്പോ അതിന്റെ ഹെഡ് ചേട്ടനാ? ഹെഡ് ഒരു ഡോക്ടറാ. ഞാൻ അതിന്റെ മാനേജർ. അല്ല, ഈ പ്രോഡക്റ്റിന് പേരൊന്നുമില്ലേ? 10 മാസം കഴിയുമ്പോ പേര്. അല്ല, ഈ 10 മാസം 28 ദിവസം കഴിയുമ്പോ പേരിടും. അതെന്താ 28 ദിവസം? എടി, 10 മാസം വരെ ഈ പ്രോഡക്റ്റിന്റെ പരീക്ഷണമല്ലേ. അത് കഴിഞ്ഞാൽ ഗംഭീര പബ്ലിസിറ്റിയോടുകൂടി വിപണിയിൽ ഇറക്കും. അപ്പൊ പേരിടും. എങ്കിൽ പിന്നെ ആ കമ്പനിയിൽ എനിക്കൂടെ ഒരു ജോലി ശരിയാക്കി കൂടെ? ഏയ്, അവിടെ സ്ത്രീകൾക്ക് ഒരു ചാൻസും ഇല്ല. അയാൾക്ക് ആണുങ്ങളെ മാത്രം മതിയെന്ന്. അതെ, ഇങ്ങനെ ഓടി നടക്കാതെ ഇതിലെങ്കിലും ചേട്ടനൊന്ന് ഉറച്ചു നിൽക്കണം. ഈ കമ്പനി ഗംഭീരമായിട്ട് വിജയിക്കാൻ ഞാനും പ്രാർത്ഥിക്കാം. അതെ, ആ പച്ച ഷർട്ട് എനിക്ക് വേണം കേട്ടോ. ഡോക്ടർ അല്ലേ അത്? അയാൾ നമ്മളെ തപ്പി ഇറങ്ങിയതാ. നീ വാ. ഓടിക്കൂ. ഏയ് സുധി, ഒന്ന് നിക്ക്. ഇയാൾക്ക് വേറെ ഒരു പണിയില്ലേ? സോറി. നമുക്ക് അങ്ങോട്ടല്ലേ പോണ്ടത്? പരാജയം തനിക്ക്. അതെ, നിങ്ങൾക്ക് വഴി തെറ്റി അങ്ങോട്ടാ പോകുന്നത്. ഇയാൾ ഇവിടെ ഉള്ളവരെ മുഴുവൻ ഗർഭിണികളാക്കും. നീ നോക്കിക്കോ. ദേ വരുന്നു. വാ വാ വാ. അയാളുടെ കണ്ണിപ്പെടാതെ നമുക്ക് രക്ഷപ്പെടണം. ഞങ്ങൾ കുറച്ച് ഡ്രസ് എടുക്കാൻ വേണ്ടി പോന്നതാ. മുകളില് എനിക്കൊരിക്കലും ഡോക്ടറെ ചതിക്കണമെന്നുണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ നീ ഒളിച്ചോടിയത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ വിചാരിച്ച സാറിന് ഭ്രാന്താ. നീ പോടാർന്ന്. ഞാൻ തുറന്നു പറയും. അല്ലെങ്കിൽ പിന്നെ ആണുങ്ങൾ ഗർഭിണിയാവുന്ന ആരെങ്കിലും വിശ്വസിക്കുവോ? അത് ശരിയാണെന്ന് അറിഞ്ഞപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് ഞെട്ടി. അതാ ഉണ്ടായത്. അപ്പൊ പൂർണ്ണ മനസ്സോടെ അല്ലേ നീ ഇതിന് സമ്മതിച്ചത്? ഞാൻ നിർബന്ധിച്ചില്ലല്ലോ. ഇങ്ങനെയൊക്കെ ആവുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാശ് എണ്ണി വാങ്ങിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? അല്ല സാറ് ക്ഷമിക്കണം, ഞാനതൊന്നത്ര കാര്യമായിട്ടെടുത്തില്ല. നിന്റെ ജീവൻ വെച്ച് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിന്റെ വയറ്റിൽ വളരുന്ന ഒരു പിഞ്ചു ജീവനുണ്ട്. അത് നശിപ്പിക്കാൻ നിനക്കാരാ അധികാരം തന്നത്? ഇത്രയും ക്രൂരത ഞാൻ നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചില്ല സുധി. എന്റെ അറിവില്ലായ്മ കൊണ്ട് പറ്റിപ്പോയതാ. സാറിനോട് ക്ഷമിക്കണം. അറിവില്ലായ്മ? ചരിത്രത്തിൽ ആദ്യമായി ഗർഭം ധരിച്ചൊരു പുരുഷനാണ് നീ.
നിന്റെ ഓരോ ദിവസവും ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും മെഡിക്കൽ സയൻസിന്റെ ഭാഗമാണ്. അതറിയാമോ? നിനക്ക് വേണമെങ്കിൽ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറാം, ആരും നിന്നെ നിർബന്ധിക്കില്ല. അതിനൊരു അബോർഷൻ വേണ്ടിവരും, പക്ഷേ അത് നിന്റെ ജീവൻ ആപത്താണ്. ആലോചിച്ച് നിനക്ക് തന്നെ ഒരു തീരുമാനമെടുക്കാം. സാർ, എൻ്റെ സുധി ഒരു പാവാ. സാറ് വിചാരിച്ചാലേ ഈ ഊരാ കുടിക്കുന്ന അവനെ രക്ഷിക്കാൻ പറ്റൂ. എത്ര ദിവസമായെന്നറിയോ അവൻ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങിയിട്ട്. ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. സുധിയെ ആശ്വസിപ്പിക്കുകയും അവന് ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടത് നീയാണ്. എനിക്ക് കഴിയില്ല സാർ. എന്തുകൊണ്ട്? അവനെപ്പറ്റി സാറിനൊന്നും അറിയില്ല. എനിക്കറിയാത്ത എന്ത് കഥയാണ് അവനുള്ളത്? സുധി ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ഗൾഫിന് പോകുന്ന ഡ്രൈവറായിട്ട്. അവൻ്റെ അച്ഛൻ ഓടിച്ചിരുന്ന വണ്ടി അപകടത്തിൽപ്പെട്ട് ഒരാൾ മരിച്ചു. അച്ഛൻ ജയിലിലായി. വീടും പറമ്പും പണയപ്പെടുത്തി 20 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുത്തിട്ടാ അവൻ്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കിയത്. തിരിച്ച് നാട്ടിലെത്തിയപ്പോഴേക്കും അവൻ്റെ അച്ഛൻ ആകെ തകർന്നു പോയിരുന്നു. തൻ്റെ കൈപ്പിഴ കൊണ്ടൊരാൾ മരിച്ചതിലുള്ള കുറ്റബോധം, പിന്നെ 2 പെൺമക്കളടക്കമുള്ള കുടുംബത്തിൻ്റെ ആകെയുള്ള കിടപ്പാട് നഷ്ടപ്പെടുത്തിയതിലുള്ള ദുഃഖം. അവൻ്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി ചിരിച്ചും ചിരിപ്പിച്ച് നടക്കുകയാണ് സാർ അവൻ. സ്വന്തം കുടുംബത്തിനു വേണ്ടി മാത്രമാണ് അവൻ ജീവിക്കുന്നത്. വിവാഹപ്രായമെത്തിയ ഒരു പെങ്ങളുണ്ട്. 7ാം ക്ലാസ് മുതൽ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു കാമുകിയുണ്ട്. അവനെ ഓർത്ത് മാത്രം ജീവിക്കുന്ന ഒരമ്മയുണ്ട്. എൻ്റെ ഈ പരീക്ഷണം ഒന്ന് പൂർത്തിയാവട്ടെ. അവൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള പണം ഞാൻ കൊടുക്കാം. ആ പണം കൊണ്ട് അവന് നഷ്ടപ്പെട്ടതെല്ലാം തിരികെ വാങ്ങാൻ പറ്റുമോ? സാറിന് പ്രശസ്തി നേടാനുള്ള പരീക്ഷണത്തിൽ അവനെ ഒരു കരുവാക്കാതെ സാർ ഒരല്പം മനുഷ്യത്വം കാണിക്കണം. ഗോപാലകൃഷ്ണൻ, ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ സംസാരിക്കരുത്. സാറേ, ഭാര്യയും മകളെ പിരിഞ്ഞ് ജീവിക്കുന്ന സാറിന് കുടുംബജീവിതത്തിന്റെ വില അറിയില്ല. ഇതെൻ്റെ ഒരു അപേക്ഷയാണ്. എങ്ങനെയെങ്കിലും സാർ അവനെ രക്ഷിക്കണം. റോയ് ഇത്ര അപ്സെറ്റ് ആയിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. യെസ് ഡോക്ടർ, ഞാൻ എൻ്റെ ലക്ഷ്യത്തിൻ്റെ വിജയം അത് മാത്രമേ കണ്ടിരുന്നുള്ളൂ. അതിനെന്താ, ഡോക്ടർ റോയ് ഇപ്പൊ വിജയിക്കാൻ പോവല്ലേ? എനിക്ക് വിജയിക്കണ്ടേ ഡോക്ടർ മഹേഷ്? ഏയ്, എന്താ ഈ പറയുന്നത്? ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ്റെ ജീവിതം അവതാളത്തിലാക്കിക്കൊണ്ട് എനിക്കങ്ങനെ വിജയിക്കണ്ട. സുധീന്ദ്രൻ എനിക്കിപ്പോൾ എൻ്റെ സഹോദരനെ പോലെയാണ്. അവൻ്റെ ഭാവിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഞാൻ ഈ പരീക്ഷണത്തിൽ നിന്ന് പിന്മാറുക. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഈ സിറ്റുവേഷനിൽ ഒരു അബോർഷൻ, ഇറ്റ് വിൽ കിൽ ഹിം. അതറിയാം ഡോക്ടർ. ഐ ഡോണ്ട് വാണ്ട് ടു അബോർട്ട്. ദെൻ വാട്ട് ഡു യു സജസ്റ്റ്? അവിടെയാണ് എനിക്ക് ഡോക്ടറുടെ സഹായം വേണ്ടത്. എന്ത് സഹായം? പറഞ്ഞോളൂ. ഇന്നിപ്പോൾ വന്ധ്യതാ ചികിത്സയിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 ഡോക്ടർമാരിൽ ഒരാളാണ് ഡോക്ടർ മഹേഷ്. ഡോക്ടറുടെ പേഷ്യൻസിൽ ഒരിക്കലും കുട്ടികൾ ഉണ്ടാവാൻ സാധ്യതയില്ലാത്ത ആരെങ്കിലും ഒരാളെ കണ്ടെത്തണം. അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. എങ്കിൽ സുധീന്ദ്രന്റെ പെരിറ്റോണിയൽ കാവിറ്റിയിലുള്ള പ്രഗ്നൻസി നമുക്ക് ആ സ്ത്രീയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. Can it be done? Sure, we can do it. How? ഒരു ആർട്ടിഫിഷ്യൽ പൊക്കിൾ കൊടി വഴി പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ അമ്മയുടെ നാഭിയുമായി കണക്ട് ചെയ്യണം. I can't believe it. But who will do the surgery? അതിനായി മാത്രം ജനിച്ച ഒരാളുണ്ട്, ഡോക്ടർ രവിശങ്കർ. The Nobel Prize winner, Mr. Ravi Shankar? യെസ്, അമേരിക്കയിൽ സെറ്റിൽ ചെയ്ത മലയാളി. ഗൈനക്കോളജിക്കൽ റിസർച്ചിലും സർജറിയിലും ലോകത്തിന്റെ തന്നെ അഭിമാനം. അദ്ദേഹം നമ്മളെ എങ്ങനെ സഹായിക്കുമെന്ന? ഹി വാസ് മൈ കൊളീഗ്. ഹി വിൽ ലവ് ടു ഡു ദിസ്. വാട്ട് ഈസ് സർപ്രൈസ്? ഹീസ് ഓൺലൈൻ. ഹായ്, ഗുഡ് ഈവനിങ്. ഹൗ ആർ യു? ഫൈൻ. വേർ ആർ യു നൗ? ഞാൻ നമ്മുടെ ഡോക്ടർ മഹേഷിന്റെ കൂടെ വെളിയില. നിന്റെ മെയിൽ ഞാൻ കണ്ടു. നിനക്ക് ആ പരീക്ഷണം കംപ്ലീറ്റ് ചെയ്തൂടെ? നോ 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 നോ, ഐ വാണ്ട് ടു ക്വിറ്റ് ദാറ്റ് എക്സ്പെരിമെന്റ്. ഫോർ ദാറ്റ് ഐ നീഡ് യുവർ ഹെൽപ്പ്. Then as you wish.
I will be there on time. താങ്ക് യു താങ്ക് യു. No thanks. It's my obligation for medical science. Then I let you know the date and schedule later. Okay, Roy. Good night. Bye. Good night. Thank you. കാരിയറുടെ ഗർഭധാരണം മുതലുള്ള ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഡോക്ടർ രവിശങ്കറിന് മെയിൽ ചെയ്യണം കേട്ടോ. സർ. സ്കാൻ റിപ്പോർട്ട് കൂടെ അപ്ലോഡ് ചെയ്തോളൂ. ഓക്കെ സർ. സർ ഡോക്ടർ മഹേഷ് സാർ കൊടുത്തു വിട്ടതാ. ആ